അത്ഭുത കാഴ്ചകളെല്ലാം ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ യാത്രയാകുകയാണ്. ഈ ബോട്ടിൽ കയറി കഴിഞ്ഞു. ഈ ബോട്ടിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു ചെറിയ ബോട്ടിലേക്ക് പോകേണ്ടതുണ്ട്, ട്രാൻസ്ഫർ ആകേണ്ടതുണ്ട്. എങ്കിലും മദർഷിപ്പിൽ നിന്നും എൻ്റെ ചൈൽഡ് ബോട്ടിലൂടെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കേവ് കാണാൻ, ആ ഗുഹ കാണാൻ, ആ തടാകം കാണാൻ വേണ്ടി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അവിടുന്ന്. എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ് അത് കാണാനും ആസ്വദിക്കാനും വേണ്ടി. ഇപ്പം വേലിയിറക്ക സമയമായതുകൊണ്ട് സുന്ദരമായ രീതിയിൽ ചെറിയ ബോട്ടുകൾക്ക് കവാടത്തിൽ കൂടെ പ്രവേശിക്കാൻ പറ്റും എന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. വേലിയേറ്റ സമയമാണെങ്കിൽ ആ ബോട്ട് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല, കാരണം പൊക്കം കുറയുമല്ലോ. പിന്നെ കയാക്ക് മാത്രമേ ഉള്ളൂ ഒരു മാർഗമായിട്ട് കയറാം. അത് 1-2 പേർക്ക് സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ട് പോയി കാണാവുന്ന രീതിയിൽ. ഇതിപ്പോൾ നമുക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, ഒരു സന്ദർഭം കിട്ടിയിട്ടുണ്ട് വേലിയിറക്ക സമയമായതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് എല്ലാവരും. ഞങ്ങളുടെ മദർ ക്രൂസ് സ്റ്റാർ ടെക്നോട് യാത്ര പറഞ്ഞു. സ്റ്റാർ ലൈറ്റ്. ഇനി ഞങ്ങൾ വരും, തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ വരും. വന്നു കഴിഞ്ഞാൽ ഒരു ദ്വീപിലേക്ക് പോകണം. വേറൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലേക്ക് പോയി അവിടെ നല്ല ബീച്ചുണ്ട്. ആ ബീച്ചിൽ വന്ന് പോകേണ്ടതുണ്ട്. അത് ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ലക്ഷ്യം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ആ ദ്വീപും ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഞാനും പകർത്തിയതിനകത്തുനിന്ന് ഒന്നും ഷോട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഒരു സ്ലാപ്പ് പോലും ഒരു നിമിഷം പോലും വേസ്റ്റാക്കി കളയാൻ തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും മനോഹരമാണ് ഈ കാണുന്നത്. അതിശയം. മനോഹരം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിശയത്തിൽ കുളിച്ച് നിൽക്കുന്ന മനോഹാരിത. എങ്ങനെ വർണ്ണിക്കണമെന്നോ എങ്ങനെ ഇത് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്നോ എനിക്കറിയില്ല. നമ്മളിത് നേരിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തൃപ്തിയോടുകൂടി ഇതെല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റും. കണ്ട ഈ ഇടുക്കിലൂടെ നമ്മുടെ മദർഷിപ്പ് വരത്തില്ല, മദർ ക്രൂസ് വരത്തില്ല. അതുകൊണ്ടാണ് ആ ബേബി ക്രൂസിൽ ഞങ്ങൾ വരുന്നത്. ഇതൊരു ഇടുങ്ങിയ പ്രദേശമാണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ചെല്ലുന്ന സ്ഥലം, അതായത് ആ ഗുഹയുടെ ചുറ്റും പ്രോപ്പല്ലർ ഉപയോഗിച്ചിട്ടുള്ള ഗതാഗതം, അതായത് ബോട്ടുകൾ, യന്ത്രവൽക്കരിച്ച ബോട്ടുകൾക്ക് അവിടെ പ്രവേശനമില്ല. അതോടെ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ പ്യൂരിറ്റി, ആ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി, ശുദ്ധത നിലനിർത്താൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കയറി പോകുന്ന ആ ചെറിയ ബോട്ടുകളിൽ 2 തുഴക്കാർ കാണും. അവർ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ തുഴയ്ക്കുന്ന പോലെ ആ തുഴഞ്ഞാണ് അവർ അകത്തേക്ക് കൊണ്ടുവന്ന് വരുന്നത്. പിന്നെ കയാക്കാർക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതാണ് 1-2 പേര്. അവർക്ക് ആവശ്യാനുസരണം പോവുകയും വരികയും ചെയ്യാം, അത് പരിചയമുള്ളവർക്ക്. അങ്ങ് ദൂരെ കാണുന്നതാണ് ബോട്ടിൻ്റെ ജെട്ടി. അവിടെ ചെന്നതിന് ശേഷം മറ്റൊരു ബോട്ടിലേക്ക് നമ്മൾ ചേഞ്ചായിട്ട് വേണം ആ ഗുഹയിലേക്ക് നമുക്ക് പോകേണ്ടതുള്ളത്. ദൂരെ കാണുന്നുണ്ടല്ലോ ആൾക്കാർ ഈ കയാക്ക് പോകുന്നത്, ആ ചെറിയ ഒരു ഇടനാഴി, അതിലൂടെ വേണം നമുക്ക് പോകേണ്ടത്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോട്ട് ഇപ്പോൾ അവിടെ പോകത്തില്ല. ഇതിപ്പോൾ ജെട്ടിയിലേക്ക് അടുപ്പിക്കും. ജെട്ടിയിൽ നിന്നും മറ്റൊരു ചെറിയ ബോട്ടുകളിലേക്കായിട്ട് കുറേ ആൾക്കാരെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. എത്ര മനോഹരമായ വെള്ളം, എത്ര വൃത്തിയായിട്ട്, എത്ര ശുദ്ധമായ കണ്ണീർ തടാകം, പരിശുദ്ധമായ വെള്ളം. പക്ഷേ നമുക്ക് യന്ത്രവൽക്കരിച്ച ബോട്ട് പോകുന്നത് ഈ നേരെ കാണുന്ന ആ ജെട്ടി വരെ മാത്രമേ ഉള്ളൂ പ്രവേശനം. യന്ത്രവൽക്കരിച്ച ബോട്ടുകൾക്ക് അവിടെ മാത്രമേ പോകാനൊക്കെയുള്ളൂ. അതിനുശേഷം കൈകൊണ്ട് തുഴഞ്ഞാണ് ഞങ്ങൾ ആ ഗുഹയിലേക്ക് പ്രവേശിച്ചതും മറ്റു ഭാഗങ്ങളിലേക്ക് പോയതും. ഇതാണ് ആ ഫ്ലോട്ടിംഗ് ജെട്ടി. വെള്ളത്തിൻ്റെ മീതെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് ജെട്ടിയാണിത്, കടവ്. ഇവിടെ ഞങ്ങൾ വേറെ ചെറിയൊരു ബോട്ടിലേക്ക് പ്രവേശിച്ചു. കുറച്ച് പേരേ ഉള്ളൂ. പല ബോട്ടുകളായിട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാവർക്കും ഒറ്റ ബോട്ടിൽ കയറാൻ പറ്റില്ല.
ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെടാത്ത വേറെ ചൈനീസ് 2-3 പേരും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുകയാണ്. ഇത് തുഴഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ ബാക്കിലുണ്ട്, കണ്ടോ. അദ്ദേഹം തുഴഞ്ഞാണ് ഞങ്ങളെ ഈ ബോട്ട് തടാകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ഒരു ഗൈഡ്, അവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൂ. അവരാണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അതാണ് ഗുഹ, കവാടം. എന്നിട്ട് സൂചിപ്പിച്ചിരുന്നില്ല, കവാടം. ഇപ്പം വേലിയിറക്കമായത് കാരണം നമ്മുടെ ബോട്ടുകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ട്, ബോട്ടുകൾ കൊണ്ട് കയറുന്നുണ്ട്. അത് കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ മാജിക്കിന് തുല്യമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ 1 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ആ തടാകം നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും. സാവകാശം ഞങ്ങൾ ആ ഗുഹയുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഈ ഗൈഡിൻ്റെ സംഭാഷണം മറ്റു കാര്യങ്ങളും ഞാൻ ലൈവായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കാൻ അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ചെറിയ തോതിലുള്ള വിശദീകരണം തരാമെന്ന് വിചാരിച്ചത്. ശ്രദ്ധിച്ച് കാണുമല്ലോ, ഒരാൾ ബാക്കിൽ നിന്ന് തുഴഞ്ഞുകൊണ്ട് വരുന്നത്. ദൂരെ കാണുന്നതാണ് ആ ഫ്ലോട്ടിംഗ് ജെട്ടി. മഴയോ കാറ്റോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ യാത്ര ഇത്ര സുഖകരമായിരിക്കില്ലായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് നമുക്ക് മഴയോ നമുക്ക് പോകാൻ വിക്കടമായിട്ട് നിൽക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. സുന്ദരമായ രീതിയിൽ നമുക്ക് അതിനകത്ത് പ്രവേശിച്ച് അപ്പുറത്തേക്ക് പോകാവുന്നതേ ഉണ്ടായിരുന്നു. അതിന് മുൻപ് 2 ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, ഹാങ് ലോങ് തടാകത്തിൻ്റെ പേരാണ്. മാത്രമല്ല ആ ബ്ലാക്കിൽ കാണിക്കുന്നതാണ് നമ്മുടെ പ്രോപ്പല്ലർ നിരോധിച്ചിരിക്കുകയാണ് അവിടെ. യന്ത്രവൽകൃത ബോട്ടുകൾ ഒന്നും തന്നെ അകത്തേക്ക് പ്രവേശിക്കരുതെന്നുള്ളൊരു സൂചനയാണ് ആ പ്രോപ്പല്ലർ നിരോധിച്ചതായിട്ട് അവിടെ കാണിച്ചിരിക്കുന്ന ആ ബോർഡ്. മറ്റ് ബോട്ടുകൾ പോയിട്ട് ചിലതൊക്കെ തിരിച്ചു വരുന്നുണ്ട്. കയാക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇതിലൂടെ വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. ഇപ്പോൾ തന്നെ ഏകദേശം 20 മിനിറ്റോളം ആകുന്നു. ഇനിയും അപ്പുറത്തുള്ള കാഴ്ചകൾ കൂടി വിശദീകരിക്കുകയാണെങ്കിൽ വളരെ നീണ്ടുപോകും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ വെച്ച് ചുരുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാ എപ്പിസോഡിലും ഞാൻ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനനുബന്ധിച്ച് കാണുന്ന ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്താൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ, വിഘ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിൽ എത്തിച്ചേരും. കണ്ട, ഇതാണ് ആ ഗുഹ. ഇപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കണമല്ലോ ഞാൻ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങൾ. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ആ വേലിയിറക്ക സമയത്ത് മാത്രമേ ഉള്ളൂ. വേലിയേറ്റ സമയത്താണെങ്കിൽ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടത്തില്ല. സാധാരണ ബോട്ടുകളൊന്നും അകത്തേക്ക് കയറത്തില്ല. ഏതായാലും ഭാഗ്യവശാൽ നമുക്ക് കയറാൻ പറ്റി, ഒരു കുഴപ്പമില്ല. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കണ്ട മനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു. എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളിൽ ഞാൻ സമയാസമയത്ത് തന്നെ എത്തിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ തടാകത്തിൽ വളരെയധികം യാത്രക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് എക്കോ വരത്തക്ക രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കും. പല രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കുമ്പോൾ
അതിനുള്ളിൽ നിന്നും എക്കോ ഉത്ഭവിച്ച് നമുക്ക് പ്രതിഫലിച്ച് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചില പക്ഷികളുടെ സൗണ്ടും ഇദ്ദേഹം പുറപ്പെടുവിക്കും, അതനുസരിച്ച് റിപ്ലൈയും കിട്ടുമായിരുന്നു. അതുപോലുള്ള പക്ഷികളൊക്കെ അവിടെ നിന്ന് തിരിച്ചും ഇങ്ങനെ റിപ്ലൈ കിട്ടുമായിരുന്നു. ഇതൊക്കെ അറിയാവുന്ന ഒരാളാണ് ആ ഗൈഡ്, കൂടെ വന്ന നമ്മുടെ ഗൈഡ്. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള കാഴ്ചകളും ഇതിനെ തുടർന്നുള്ള കാഴ്ചകളും ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഇപ്പോൾ തന്നെ 20-21 മിനിറ്റ് ആകുന്നു. തൽക്കാലം ഇവിടെ ഞാൻ നിർത്തിയിട്ട് ബാക്കി അടുത്ത എപ്പിസോഡ് ഇതിനോട് തുടർന്നുള്ള ഭാഗം നമ്മൾ ഇവിടുന്ന്